ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇറങ്ങാൻ പോകുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല അതിൻ്റെ കവർ പേജ് DC ബുക്സ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. കട്ടൻ ചായയും പരിപ്പടയും എന്ന് പറയുമ്പം ആ പേരിടുന്നതിനകത്ത് തന്നെ ഒരുതരം അവഹേളനത്തിൻ്റെ, ആക്ഷേപത്തിൻ്റെ, ന്യായബോധമില്ലായ്മയുടെ ഒരു ലക്ഷണമുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് അപകടകാരിയായ ഒരു മനുഷ്യനൊന്നുമല്ല. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ആളാണ് ജയരാജൻ. മനസ്സിലൊന്ന് വെച്ച് പുറത്ത് കാണിക്കുന്ന DC ബുക്സിനെ ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവരെ കയ്യിൽ നിന്ന് വേറെ പോണത്? ഈ പുസ്തകത്തിനകത്ത് ഒരു പക്ഷേ വിവാദത്തിന് സ്കോപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും. എല്ലാം നമുക്ക് ദഹിച്ചതായിക്കോണമെന്നില്ല. നമസ്കാരം. ജയരാജന്റെ ബുക്ക് ഇന്ന് ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ജീവിതം എന്നാണ് ബുക്കിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു ബുക്കായിരുന്നു. അവർ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു ബുക്ക് വരുന്നു. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? പുതിയൊരു ബുക്ക് വരികയല്ല, അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ആദ്യത്തെ ബുക്കാണത്. ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഇറങ്ങാൻ പോകുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൻ്റെ DC ബുക്സ് അങ്ങനെ പുസ്തകം പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞിട്ട്. DC ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC കിഴക്കേ മുറി എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രസാധക രംഗത്തെ കുലപതിയായിരുന്നു. DC ബുക്സ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസാധകരുമായിരുന്നു. പിന്നീടാണ് ആ വഴിയെ മറ്റു പലരും സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് DC ബുക്സ് മൂല്യബോധത്തിൽ അധിഷ്ഠിതമായി വാല്യൂബിളായിട്ടുള്ള ഒരുപാട് ആളുകളെ, അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് പേരെ മലയാള സാഹിത്യ രംഗത്തിനും വായനക്കാർക്കിടയിലും പരിചയപ്പെടുത്തിയിട്ടുള്ള പബ്ലിഷേഴ്സാണ്. DC ബുക്സ് അന്ന് പറഞ്ഞത് ഏകദേശം ഒരു വർഷം മുമ്പാണ്, 11 മാസങ്ങൾക്ക് മുമ്പാണ്. കട്ടൻ ചായയും പരിപ്പുടയും എന്നുള്ള പുസ്തകം ഇറങ്ങുന്നു. അതിനകത്താകെ വിവാദങ്ങളുണ്ട്, രാഷ്ട്രീയ ജീവിതത്തിലെ വിവാദങ്ങളാണ്. അങ്ങനെ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു എന്നുള്ളത് നേരത്തെ ജയരാജൻ ഇതൊക്കെ കൂടെ വെച്ചിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ കവർ പേജ് DC ബുക്സ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഒരു ചുവന്ന പശ്ചാത്തലത്തിൽ EMS ഒരു കട്ടൻ ചായ വിളിച്ചേക്കുന്നു. ജയരാജൻ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു. എന്നിട്ട് കട്ടൻ ചായയും പരിപ്പട. ഈ കട്ടൻ ചായയും പരിപ്പട എന്ന് പറയുമ്പം ആ പേരിടുന്നതിനകത്ത് തന്നെ ഒരുതരം അവഹേളനത്തിൻ്റെ, ആക്ഷേപത്തിൻ്റെ, ന്യായബോധമില്ലായ്മയുടെ ഒരു ലക്ഷണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കുപ്രസിദ്ധമല്ലാത്ത, കാലത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രയോഗം, കുപ്രസിദ്ധമായ പ്രയോഗം എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. പഴയ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കട്ടൻ ചായയും പരിപ്പടയും കഴിച്ചൊരു വീഡിയോ ഭരിച്ചിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചത് ജയരാജൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ കട്ടൻ ചായയും കുടിച്ച് പരിപ്പുവടയും കഴിച്ച് നടക്കുന്നതാണ് കമ്മ്യൂണിസം എന്ന ഖത്തറിനെ കുറിച്ച് ഉയർന്നു വന്ന വിവാദങ്ങൾ കോൺഗ്രസിനകത്തുണ്ടായതുപോലെ അത് കാലത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു സൂചനയാണ് അദ്ദേഹം തന്നത്. മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തടത്ത് നിന്ന് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടാക്കിയെടുത്തതും അതിന്റെ ഭാഗമല്ലേ. എന്നാൽ പിന്നെ ആ പടുകൂടി തന്നെ കിടന്നാൽ മതിയല്ലോ. വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും അതിൻ്റെ ഘടനയിലും അതിൻ്റെ വിഭാവനയിലും അതിൻ്റെ ദർശനങ്ങളിലും മാറ്റം ഉണ്ടാവുമെന്നുള്ളതാണ് ഇത്രയും പ്രായമുള്ള അന്ന് സൂചിപ്പിച്ചത്. യുടെ വാക്കുകളെ വളച്ചൊടിച്ചു. എന്നിട്ട് അങ്ങനെ ആ പേര് തന്നെ ഇവരിതിൻ്റെ കവർ പേജായിട്ട് കൊടുത്തിട്ട് ആ കവർ പേജ് പബ്ലിഷ് ചെയ്യുമ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് EMS കട്ടൻ ചായ പിടിച്ചിരിക്കുന്ന ഫോട്ടോയും കൂടി കൊടുത്തത് അത് ജയരാജൻ അതിനെതിരെ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും DC ബുക്സ് പറഞ്ഞത് അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചിലുകളായിട്ട് വരുന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട്, വളരെ രൂക്ഷമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് വേറെ ഒരു ആരോപണം ഉയർന്നു വന്നു EPക്കെതിരെ. പ്രകാശ് ജാവദേക്കർ, കേരളത്തിലെ ചുമതലയുള്ള BJPയുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ ജയരാജനും തമ്മിലും കൂടിക്കാഴ്ച നടത്തിയവണെന്ന് ഇവർ പറഞ്ഞാൽ കേട്ടതൊന്നും എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നിട്ട് രഹസ്യാർച്ച നടത്തിയെന്ന്. അങ്ങനെയല്ല. ന്റെ വീട്ടിൽ ആ വഴിക്ക് പോയപ്പോൾ പ്രകാശ് ജാവദേക്കർ കയറി അപ്പൊ ചായ കൊടുത്തു, ചായ കുടിച്ചു, വർത്താനം പറഞ്ഞു. ഇതുണ്ടാവില്ലേ? ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പം പിണറായി അവിടെ പോയില്ലേ? ഇനി മരിച്ചിട്ടില്ലെങ്കിലും ആ വഴിക്ക് ചെന്നിത്തല വഴിക്ക് രമേശ് ചെന്നിത്തലിൻ്റെ വീടിന് മുമ്പ് കൂടി പോയി കഴിഞ്ഞാൽ ഒന്ന് അവിടെ കയറൂലേ? തിരിച്ചും കയറൂലേ? പാണക്കാട് ഞങ്ങളെ വീട്ടിൽ ഷംസീർ പോയിട്ടില്ലേ? BJPയുടെ നേതാക്കന്മാർ പലയിടത്തും പോകാറില്ലേ? അപ്പം രാഷ്ട്രീയത്തിൽ അതിലൊക്കെ ഒരുപാട് മാറേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീടിന് മുമ്പ് കൂടി പിണറായി വിജയൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചായ കുടിക്കണേ കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെയൊക്കെയാണ് നല്ല രാഷ്ട്രീയം പോകേണ്ടത്. സംവാദങ്ങൾ വേറെ, അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെ. പക്ഷെ ഒരു ആള് വീട്ടിലേക്ക് വരുമ്പം BJPയിലെ പ്രഭാരിയാണ്, എൻ്റെ പേരേക്ക് കയറാൻ പറ്റില്ല, ഇറങ്ങിപ്പോണെന്ന് പറയണം. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം ആ രീതിയിൽ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് അപകടകാരിയായ ഒരു മനുഷ്യനൊന്നുമല്ല. പിന്നെ ക്കും കെ സുധാകരനൊക്കെയുള്ള പൊതുസ്വഭാവം, അത് കണ്ണൂർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അവരുടെ പ്രവർത്തകർ, സംഘടനാ ചുമതലയുള്ള ആളുകൾ, അണികൾ ഏതെങ്കിലും പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അക്രമ രാഷ്ട്രീയം അവിടെ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്. അതിൽ CPM മാത്രമൊന്നുമല്ല, CPM-ഉം BJPയും കോൺഗ്രസും ലീഗും ആരും മോശമല്ല. അങ്ങനെ പ്രത്യേക കാലാവസ്ഥ അവിടെയുണ്ട്. എന്നാൽ അതിൽ തന്നെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. ക്യാമ്പസ് പൊളിറ്റിക്സിലടക്കം ആ മാറ്റം വന്നിട്ടുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം അണികൾക്കൊരു പ്രശ്നം വന്നാൽ
ആരെയും തലയും മുറുക്കി നിങ്ങൾ പോയിട്ട് അടിച്ചിട്ട് പാടാന്ന് പറയില്ല, ഒപ്പം നിന്ന് പോകുന്ന ആൾക്കാരാണ് ഇ പി ജയരാജനും കെ സുധാകരൻ. രണ്ടാളും രണ്ട് പാർട്ടിയിലാണെന്നുള്ളത്. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ആളാണ് ഇ പി ജയരാജൻ. മനസ്സിലൊന്നും വെച്ച് പുറത്ത് കാണിക്കുന്നതല്ല. ഇ പി ജയരാജൻ്റെ ഇപ്പോൾ ഇന്ന് പുസ്തക പ്രകാശനം നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ആരൊക്കെയാണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവരാണ്. പിന്നെ പ്രകാശനം ചെയ്യുന്നത് പിണറായി വിജയനാണ്, അത് ഏറ്റുവാങ്ങുന്നത് ടി പത്മനാഭനാണ്. അത് പ്രകാരമാണെങ്കിൽ അതിൽ ആളുകൾ ആരെങ്കിലും വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എയർ ചെയ്യുമ്പോഴത്തേക്ക് ആ സമയം വൈകുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ മാറ്റം വരും. പിന്നെ അതിൽ പങ്കെടുക്കുന്നവർ കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയാണ്, അതേപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഇ പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഖത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല, ഹൃദയം എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ പിന്നെ അപകടം പറ്റി എന്ന വാർത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ ട്രെയിനിലിരുന്ന് കേൾക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ടിക്കരയാണ്. അപ്പം അപ്പുറത്തെ ബർത്തിൽ ഇ പി കിടക്കുകയാണ്. ഇ പി എന്താണെന്ന് ചോദിച്ചിട്ട് ഇ പിയാണ് പിന്നെ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി അതിൽ പങ്കെടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പിന്നെ ബി ജെ പിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ പിന്നെ ഗോവ ഗവർണറാണ്. എം പി ശ്രേയാംസ് കുമാർ പങ്കെടുക്കുന്നുണ്ട്. മാതൃഭൂമി ബുക്സാണ് ഇപ്പോൾ ഇറക്കുന്നത്. ഡി സി ബുക്സിന് ഇറക്കാൻ ചുമതലപ്പെടുത്തിയെന്നാണ് ഡി സി ബുക്സ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അന്ന് ആദ്യ വിവാദം ഉണ്ടാവുന്നത്. പാലക്കാട് നിന്നുള്ള ഷാഫി വടകരയിൽ നിന്ന് ലോക്സഭയ്ക്ക് പോയപ്പോൾ അവിടെ ബൈ ഇലക്ഷൻ വരുന്നു. ചേലക്കരയിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയപ്പോൾ അവിടെ ബൈ ഇലക്ഷൻ വരുന്നു. ആ സമയത്താണ് വിവാദം ഉണ്ടാക്കിയത്. അതിൻ്റെ പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വലിയൊരു ദുരൂഹമായൊരു സാഹചര്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡി സി ബുക്സിനെ ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവരെ കയ്യിൽ നിന്ന് വേറെ പോണത്? അപ്പോൾ മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഡി സി ബുക്സിനകത്ത് പിന്നെ കൊടുത്തു തന്നെ അവർക്ക് ഫുള്ളായിട്ട് പുസ്തകം എഴുതി തീർന്നിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു. പിന്നെ എങ്ങനെ കവർ പേജ് ഇറങ്ങുക? ഒരു സാധനത്തിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് പൂർത്തീകരിച്ച് അതിൻ്റെ പ്രൂഫ് നോക്കി, ഫോർ എക്സാമ്പിൾ ഡി സി ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് അന്തരിച്ചു പോയ പഴയ കേരളവർമ്മ കോളേജിലെ ഫിലോസഫിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെഡ് ആയിരുന്ന ഡോക്ടർ ജോൺസൺ പൂമര. അദ്ദേഹം ഒരു ഡി അഡിക്ഷൻ സെന്റർ നടത്തുന്നുണ്ട് പൂമര എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂർ പുനർജനി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഒരു മുഴുക്കുടിയനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രത്യേക തരത്തിൽ സീറോസിസ് ബാധിക്കുന്നത് ഇന്ന് വിമുക്തനാവുന്നു. അദ്ദേഹം ഒരുപാട് മദ്യാസക്തിക്ക് അടിമപ്പെട്ട ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് സെന്റർ അവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടാണ് നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഉണ്ടായിരുന്നു കുടിയന്റെ കുമ്പസാരം. ആ പുസ്തകത്തിന്റെ പ്രൂഫ് നോക്കുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്തിട്ടുള്ളതിൽ വലിയൊരു പങ്കുവഹിച്ച ആളാണ് ഞാൻ. അപ്പം മൂപ്പരെന്നെ വിശ്വസിക്കുന്ന ഈ വിശ്വാസം ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം ഇ എം എസ് ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലെല്ലാം ദേശാഭിമാനിയിൽ പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് ഇ എം എസിന്റെ പങ്ക്തി ഉണ്ടാവുമായിരുന്നു. ഇ എം എസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വേറൊരാളാണ് എഴുതിയെടുക്കുന്നത്. അന്ന് റെക്കോർഡിംഗ് സിസ്റ്റം ഒന്നുമില്ല, ഇത് എഴുതിയാണ് എടുക്കുന്നത്. എഴുതുന്ന ആൾ അയാളെ വാക്കുകൂടി അതിൻ്റെ ഇടയിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ദുരുപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്നുള്ളത് മാത്രമല്ല, സരിനെ കുറിച്ചൊക്കെ മോശമായി പരാമർശം നടത്തി എന്നുള്ള ഒരു വിവാദം ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. പിന്നീട് ഇ പി തന്നെ പറഞ്ഞു, എനിക്ക് അന്ന് സരിനെ അറിയേയില്ല. പിന്നീട് സരിൻ ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ്, കാരണം സരിനെ നമുക്കും അത്ര അറിയില്ലായിരുന്നു കോൺഗ്രസിനകത്ത് നിൽക്കുമ്പം. സരിൻ ഇടതു മുന്നണിയുടെ ഭാഗമായിട്ട് വരികയും പാലക്കാട് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുമ്പോഴാണ് സരിനെ കൂടുതൽ പേര് അറിയുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഇറക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം MP ശ്രേയാംസ് കുമാർ പങ്കെടുക്കുന്നത് ഇപ്പം മാതൃഭൂമി പബ്ലിക്കേഷൻസ് ആണ് ഇത് ചെയ്യുന്നത്, DC അല്ല, DC-നെ ഒഴിവാക്കി. അതേപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രനുണ്ട്, വത്സൻ പനോളി ഉണ്ട്, ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്, നമ്മുടെ അഴീക്കോട് MLA KV സുമേഷ് ഉണ്ട്, നല്ല ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, പ്രകാശം മാഷിൻ്റെ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഈ പുസ്തകം ഇറങ്ങുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് ഒരു പക്ഷേ വിവാദത്തിന് സ്കോപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും. എല്ലാം നമുക്ക് ദഹിച്ചതായിക്കോണമെന്നില്ല. ഒരാളുടെ ആത്മകഥയ്ക്കകത്ത്, അയാൾ വന്ന വഴികൾക്കകത്ത്, അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്കകത്ത്, അയാൾ ഫേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾക്കകത്ത്, അയാൾ ഇടപെട്ട കാര്യങ്ങൾക്കകത്ത് ഒരു പക്ഷേ അയാളെ വിമർശിക്കാൻ പറ്റുന്ന പലതും അയാൾ തുറന്നു പറയുമ്പോൾ ഉണ്ടാവും. ആരുടെയും ജീവിതം പരിപൂർണമായി വിശുദ്ധമല്ല. എന്തായാലും ഈ പുസ്തകം നമ്മൾ വായിച്ചിട്ടില്ല. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിനകത്ത് എന്താണെങ്കിലും ആത്മകഥ എഴുതുന്ന ആളുകൾ പരമാവധി അതിനോട് നീതി പുലർത്തിയിട്ടാണ്. അതായത് എനിക്കിനി അധിക കാലമില്ല, ഞാൻ പോകുന്നതിന് മുമ്പ്, ഈ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുമ്പോൾ മാത്രമല്ല, ഇ പിനെ സംബന്ധിച്ചിടത്തോളം ഇ പിക്കെതിരായിട്ട് വന്നിട്ടുള്ള എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ മകൻ്റെ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ വിവാദങ്ങൾ ഇ പിക്കെതിരെ വന്നിട്ടുണ്ട്. ഇ പി അനാവശ്യമായിട്ട് ഇങ്ങനെ വലിച്ചിറക്കിയാണ്. കാരണം മകൻ ബിസിനസ് നടത്തുന്ന കാര്യങ്ങൾ നടത്തുന്ന ഒക്കെ ഉണ്ട്. അതിന് അച്ഛൻ്റെ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അധികാര ദുർവിനിയോഗമോ സജ്ജനപക്ഷപാതമോ അഴിമതിയോ ഇ പി നടത്തിയോ ഇല്ല എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലാതെ ഇ പിയുടെ മകൻ പൈസക്കാരനായി പോകുന്നു, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ മകൻ ചലച്ചിത്ര മേഖലയിൽ സംവിധായകനായിട്ടും ബാക്കിയുള്ള കഴിവും തെളിയിക്കുന്നു എന്നുള്ളതിന്
അതിന് ഗോവിന്ദമാഷ് എന്താ ചെയ്യേണ്ടത്? ഞാനും നീയും പിന്നെ ഓരോ മേഖലകളിൽ കടന്നു വരികയും നമ്മൾ ആ വഴിക്കകത്ത് പലതും ചെയ്യുകയും ചിലപ്പോൾ നമ്മൾ നേട്ടം കൊയ്യും, ചിലപ്പോൾ നമ്മൾ നഷ്ടത്തിലായിരുന്നവരും ഒക്കെ വരും. ഇതിന് നമ്മളെ വാപ്പയും ഇന്നും പഠിച്ചിട്ടില്ലല്ലോ, ഓരോ ഉത്തരവാദിത്തമില്ലല്ലോ. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങൾക്കകത്ത് അദ്ദേഹത്തെ കുറ്റം പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നാൽ കുറച്ച് കുറുമ്പും മുൻകോപ്പൊക്കെ ഇപ്പിക്കേണ്ടതെന്നിട്ടുണ്ട്. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഇപ്പം അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, പിന്നീട് അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഒക്കെ ഉണ്ടാവും. അപ്പം എന്തായിരുന്നാലും ഈ DC ബുക്ക് ഇവിടെ പ്രതിരോധത്തിലാണെന്ന് പറയാൻ കാരണം, കവർ പേജ് പിന്നെ പബ്ലിഷ് ചെയ്ത അവർക്കെതിരെ ഏറ്റവും രൂക്ഷമായിട്ട് EP ജയരാജൻ പ്രതികരിച്ചതിന് ശേഷം ജെന്റിലായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ലീഗലി വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാതൃഭൂമി ബുക്സ് പിന്നീട് പ്രസിദ്ധീകരിക്കുമ്പം DC ബുക്ക് എന്തുകൊണ്ട് ഈ വിഷയം ഓൺ ചെയ്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് നിയമപരമായിട്ട് നീങ്ങിയില്ല. അപ്പം അവർക്ക് തോന്നുന്ന പോലെ ഈ സാധനത്തിന് വിവാദങ്ങൾ ഉണ്ടാക്കി, സിനിമയാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ വിൽപ്പന കൂടും എന്നുള്ള രീതിയിൽ EP പറ്റിക്കാനുള്ള ശ്രമം നടത്തി. EP അതിനെ അതിജീവിച്ച് വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് എന്തായിരുന്നാലും EP ജയരാജൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടന്റ് അറിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആ പുസ്തകത്തെക്കുറിച്ച് ഒരു റിവ്യൂ നടത്താം. അത് അതിലെ ശരിയും തെറ്റുകളും ഒക്കെ നമുക്ക് പിന്നെ വായനക്കാരൻ്റെ വിവേചനാധികാരമാണ്. അതിനെ നിരൂപിക്കാനും അതിനെ വിമർശിക്കാനും അതിനകത്തെ ശരികളെ അംഗീകരിക്കാനും ഒക്കെ ഉള്ളത് വായനക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവകാശമാണ്. പക്ഷെ എന്തായിരുന്നാലും ഇത് ഒരു വർഷം മുമ്പ് EPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മുഴുവൻ ദുരാരോപണങ്ങളായിരുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോട് കൂടിയിട്ടുള്ളതായിരുന്നു. അത് EPയുടെ ഇമേജ് തകർക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതായിരുന്നു. അത് EP പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിനെതിരായിട്ടും കൂടിയിട്ടുള്ള ഒരു അറ്റാക്കിങ്ങിൻ്റെ ഭാഗമാണോ അതോ ഇന്നർ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമാണോ എന്ന കാര്യമാണ് പരിശോധിക്കപ്പെടാൻ ബാക്കിയുള്ളത്. എന്തായിരുന്നാലും EP ജയരാജൻ്റെ ആത്മകഥകൾ, എല്ലാ നേതാക്കന്മാരും ആത്മകഥകൾ എഴുതട്ടെ. പിന്നെ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പുതിയ പതിപ്പ് വീണ്ടും ഇറക്കുക എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ചലച്ചിത്ര, സംഗീത രംഗത്തൊക്കെയുള്ള എല്ലാ ആളുകളും ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം തന്നെയാണ്. കാരണം നമ്മൾ ജീവിച്ച വഴികളെ അടയാളപ്പെടുത്തുക എന്ന രീതിയിൽ അത് ചെയ്യുന്നത് ചെറുപ്പക്കാർക്കും ചെയ്യാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇതിൻ്റെ വിവാദങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ പോകാതെ, കാരണം ഈ ചടങ്ങൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം കിട്ടുന്ന അപ്ഡേറ്റ്സിനനുസരിച്ച് നാളെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതിൽ ചർച്ച നമുക്ക് നടത്താവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.